ഇപ്പോഴത്തെ ഡിവോഴ്സ് കേസുകളൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാവരും പറയും വളരെ നിസ്സാര കാര്യത്തിനാണ് അവരിങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മളെപ്പോഴും കാണുന്നത് അവരുടെ ആ ലാസ്റ്റ് മൊമെൻറ്റിലുണ്ടായ പ്രശ്നം എന്താണെന്നുള്ളത്. അത് ചിലപ്പോൾ നിസ്സാരമായിരിക്കും, പക്ഷെ അതിൻ്റെ മുമ്പ് അവർ ഇതുപോലത്തെ കുറേ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം കുമിഞ്ഞുകൂടി ഒന്ന് ബ്ലാസ്റ്റ് ആവുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലായിരിക്കും. അത് പലപ്പോഴും ഓരോ സമയത്തും നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ അത് അപ്പം തന്നെ സോൾവ് ചെയ്ത് പോരാതെ നമ്മൾ അത് ശരിയായിക്കോളും, കുറച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ ശരിയാവും എന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞ് ചെറിയ പ്രശ്നത്തിന് പോലും നമ്മൾ പൊട്ടിത്തെറിച്ച് രണ്ടുപേരും രണ്ട് വഴിക്കായി പോകുന്നത്. സോ നമ്മൾ ഈ പ്രശ്നം കേൾക്കുമ്പോൾ അവർ ലാസ്റ്റ് ഉണ്ടായ മൊമെൻറ്റിലുള്ള പ്രശ്നം മാത്രമല്ല നമ്മൾ കേട്ട് അവരെ ജഡ്ജ് ചെയ്യേണ്ടത്. അവർ കടന്നു പോയിട്ടുള്ള ആ സ്റ്റേജ് എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അവരെ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് അപ്പം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വൈകാതെ ഒരു വലിയ തീപിടുത്തത്തിലെത്തും. നേരെ മറിച്ച് നമ്മളത് അപ്പം തന്നെ സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ കാലം ഒരു പ്രശ്നവും ഇല്ലാതെ ആ വയറിങ് പോവുകയും ചെയ്യും. ഇതുപോലെയാണ് ഫാമിലിയുടെ കാര്യത്തിൽ വരുമ്പോഴും ചെറിയ പ്രശ്നം വരുമ്പം അതപ്പം തന്നെ സോൾവ് ചെയ്യുക. എന്നാൽ ഇത് തീപിടുത്തം ഇല്ലാതെ വലിയ ബ്ലാസ്റ്റ് ഇല്ലാതെ കുറേ കാലം സുന്ദരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും.